നമ്മൾ സെല്ലിൻ്റെ സ്ട്രക്ചറായിരുന്നു ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞു ഒരു സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് കേസിനെയാണ് സെൽ വാൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 ലെയേഴ്സ്. ആൻഡ് ഇന്നർ ടു സെൽ വാൾ എന്ത് പ്രസൻ്റ് ആണ്? സൈറ്റോപ്ലാസം പ്രസൻ്റ് ആണ്. ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഔട്ടർ ബൗണ്ടറിയാണ് നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇന്നർ ടു പ്ലാസ്മ മെംബ്രെയിൻ എന്ത് പ്രസൻ്റ് ആണ്? ഈ പ്രോട്ടോപ്ലാസം പ്രസൻ്റ് ആണ്. ഓക്കെ, so it is the protoplasm seen in between plasma membrane and nucleus. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ സെൻറ്ററിലായിട്ട് ആ ഒരു പേർപ്പിൾ കളറിൽ ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയോപ്ലാസമാണുള്ളത്. ന്യൂക്ലിയസിൻ്റെ പുറത്ത് ആ പ്ലാസ്മ മെംബ്രെയിൻ്റെ ആ ബൗണ്ടറി വരെ ഒഴുകി നടക്കുന്ന ആ പ്രോട്ടോപ്ലാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ആൻഡ് അതിൽ എന്തൊക്കെ പ്രസൻ്റ് ആണ്? നമുക്കറിയാം ഒരു സെല്ലിൻ്റെ ഏറ്റവും പെർസെൻറ്റേജ് വാട്ടറാണുള്ളത് അല്ലേ? സോ വാട്ടർ പ്രസൻ്റ് ആണ്. അതുപോലെ മിനറൽ അയോൺസ് പ്രസൻ്റ് ആണ്. ദെൻ RNA മോളിക്യൂൾസ് പ്രസൻ്റ് ആണ്. പ്രോട്ടീൻസ്, എൻസൈംസ് ഒക്കെ പ്രസൻ്റ് ആണ്. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലേ? ഈ റിയാക്ഷൻസിന് ഇപ്പം പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്, അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ, ലിപ്പിഡ് ഫോർമേഷൻ, ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ്, എൻസൈംസ്, RNA മോളിക്യൂൾസ് ഇതെല്ലാം സൈറ്റോപ്ലാസത്തിൽ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി സൈറ്റോപ്ലാസത്തിൽ 2 സെല്ലുലാർ കമ്പോണൻസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, സസ്പെൻഡഡ് ഇൻ ദി സൈറ്റോപ്ലാസം ദർ ആർ 2 kinds of cellular components and they are cytoplasmic inclusions and cytoplasmic organelles. സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസിനെയാണ് എർഗാസ്റ്റിക് സബ്സ്റ്റൻസ് എന്നും പറയുന്നത്. ഇവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു എസെൻഷ്യൽ ബയോളജിക്കൽ റോള് ആബ്സെൻ്റ് ആണ്. ഓക്കെ, സോ ഇതിന് എക്സാമ്പിളാണ് സെക്രീറ്ററി പ്രോഡക്ട്സ്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽ, റിസർവ് ഫുഡ് മെറ്റീരിയൽ ഒക്കെ. ഇവർക്കൊരു ബയോളജിക്കൽ ഫങ്ഷൻ ആബ്സെൻ്റ് ആണ്. ഇനി അടുത്ത സെല്ലുലാർ കമ്പോണൻ്റ് ആണ് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ്. സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് എന്ന് പറയുമ്പം ഓരോന്നിനും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾ ഈ ഒരു സ്ട്രക്ചറിൽ നോക്കിയാൽ ന്യൂക്ലിയസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിച്ച് ഈസ് എ സെൽ ഓർഗനല് ആൻഡ് അതിന് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷൻ ഉണ്ട്. അതുപോലെ പെറോക്സിസോംസ്, ദെൻ ഗോൾഗി ബോഡീസ്, ലൈസോസോംസ്, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, ക്ലോറോപ്ലാസ്റ്റ്, ഇങ്ങനെയുള്ള പെറോക്സിസോംസ് ഇതിനൊക്കെയാണ് നമ്മൾ സെല്ലുലാർ ഓർഗനൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹാവ് സ്പെസിഫിക് ബയോളജിക്കൽ ഫങ്ഷൻസ്. ഇതൊക്കെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, ലൈസോസോംസ്, ഫ്യൂറോസോംസ്, മൈക്രോബോഡീസ്, ഗോൾഗി ബോഡീസ്, സെൻട്രിയോൾസ്, അതുപോലെ ന്യൂമറിക് മൈക്രോട്യൂബ്യൂൾസ് ആൻഡ് മൈക്രോഫിലമെൻറ്റ്സ്. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സെൽ ഓർഗനൽസ്. ഇതിൽ നമുക്ക് ആദ്യം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് എ കോംപ്ലക്സ് സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 യൂണിറ്റ് മെംബ്രെയിൻ എൻക്ലോസിങ് എ നാരോ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം. നിങ്ങൾക്ക് നോക്കിയാൽ ഇതെന്താണ്? ന്യൂക്ലിയസ് ആണ് അല്ലേ? ഈ ന്യൂക്ലിയസിനൊരു ഡബിൾ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു സെല്ലിന് മെംബ്രെയിൻ ഉണ്ടെന്ന്, പ്ലാസ്മ മെംബ്രെയിൻ. അതുപോലെ ന്യൂക്ലിയസിന് മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ. അതൊരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ്, 2 ലെയേർഡ് സ്ട്രക്ചറാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് പുറത്തോട്ടേക്ക് ഒരു ഒരു നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതിനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, അത് ന്യൂക്ലിയസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ദി കോംപ്ലക്സ് സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 യൂണിറ്റ് മെംബ്രെയിൻ എൻക്ലോസിങ് എ നാരോ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം. അതായത് 2 മെംബ്രെയിൻ ആണ്, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് സ്പേസ് ഉണ്ടാവും. ഈ മെംബ്രെയിൻ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ കിടക്കുകയാണ് ചെയ്യുന്നത്. ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അപ്പിയേഴ്സ് ഇൻ ദി ഫോം ഓഫ് എക്സ്റ്റെൻഡഡ് സിസ്റ്റേർണേറ്റ് ട്യൂബ്യൂൾസ് ആൻഡ് ഫെനസ്ട്രേറ്റഡ് ഷീറ്റ്സ്. ഇങ്ങനെ പല ഷേപ്പിലായിട്ടാണ് ഉണ്ടാവുന്നത്. ഇനി ഇറ്റ് മേ ബി കണക്റ്റഡ് വിത്ത് ന്യൂക്ലിയർ എൻവലപ്പ്. Ribosomes adhere to the surface of ER. It is termed as rough or granular endoplasmic reticulum.
അതായത് നമ്മളിതിൻ്റെ ഒരു സൈഡിൽ നോക്കിയാൽ അതിൻ്റെ മേലെ റൈബോസോംസ്, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിൻ്റെ മേലെയായിട്ട് റൈബോസോംസ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും. റൈബോസോംസ് എന്ന് പറയുന്നത് വേറെ ഒരു സെൽ ഓർഗനലാണ്, വിച്ച് ഈസ് നോൺ ആസ് ദി വർക്ക് ബ്രഞ്ച് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അതായത് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോമിലാണ്. ഓക്കെ, സോ റൈബോസോംസ് പ്രസൻ്റ് ആണെങ്കിൽ അതിനെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന് പറയുന്നത്. കാരണം ഒരു ഗ്രാനുലാർ ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ആൻഡ് റൈബോസോം ആബ്സെൻ്റ് ആണെങ്കിൽ അതിനെയാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം അല്ലെങ്കിൽ SER എന്ന് പറയുന്നത്. ഓക്കെ, ഈ റൈബോസോമുമായിട്ടുള്ള അസോസിയേഷൻ ഇറ്റ് ഈസ് ഇൻ്റർപ്രറ്റഡ് ആസ് എൻ എവിഡൻസ് ദാറ്റ് ദ റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഈസ് ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, അതുപോലെ പ്രോട്ടീൻ്റെ ട്രാൻസ്പോർട്ടിലൊക്കെ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിന് ഫങ്ഷനിങ് ഉണ്ട്. അടുത്തതാണ് ഗോൾഗി അപ്പാരറ്റസ്. ഇതും ഒരു സെൽ ഓർഗനാണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് സ്റ്റാക്സ് ഓഫ് ഫ്ലാറ്റ് സർക്കുലർ സിസ്റ്ററിനെ ഈച്ച് ബൗണ്ട് ബൈ എ സ്മൂത്ത് യൂണിറ്റ് മെംബ്രെയിൻ. അതായത് ഇങ്ങനെ അടുക്കി വെച്ചതുപോലെയുള്ള ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറാണ് ഗോൾഗി എന്ന് പറയുന്നത്. ഈച്ച് സ്റ്റോക്ക് ഈസ് ടേംഡ് ആസ് ഗോൾഗി ബോഡി ഓർ ഡിക്റ്റിയോസോംസ്. ഓക്കെ, സോ ഇങ്ങനെ 3 ഫോമിലായിട്ട് എക്സിസ്റ്റ് ചെയ്യാം. വാക്യൂൾസ്, ലാമെല്ലെ, വെസിക്കിൾസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ദ ഗോൾഗി ബോഡീസ് ആർ മെയിൻലി ഇൻവോൾവ് ഇൻ ദ സെക്രീഷൻ ഓഫ് ഷുഗർ, പോളിസാക്കറൈഡ്സ്, ദെൻ പോളിസാക്കറൈഡ് പ്രോട്ടീൻ കോംപ്ലക്സസ്. അടുത്തതാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പവർ ഹൗസ് ഓഫ് സെൽ. അതായത് സെല്ലിൻ്റെ പവർ ഹൗസാണ്. അതായത് ATP സിന്തസിസ്, ATP ആണ് സെല്ലുലാർ കറൻസി എന്ന് പറയുന്നത് അല്ലേ. സോ എനർജി കറൻസി എന്നൊക്കെ പറയും. ATP സിന്തസിസ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ഓക്കെ, സോ മൈറ്റോകോൺട്രിയ ഈ ഇതിൽ കാണാൻ പറ്റും ഒരു ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഒരു ഔട്ടർ മെംബ്രെയിനും പ്രസൻ്റ് ആണ്, ഇന്നർ മെംബ്രെയിനും പ്രസൻ്റ് ആണ്. ഇന്നർ മെംബ്രെയിനിന് ഉള്ളിലോട്ടേക്കായിട്ട് ഒരുപാട് ഇൻവാജിനേഷൻസ് ഉണ്ട്. അതായത് ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ഇൻവാജിനേറ്റ് മടക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്. സോ ആ ഇൻവാജിനേഷൻസിനെയാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ആ ഇടയിലുള്ള സ്പേസിനെയാണ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്, IMS എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് മൈറ്റോകോൺട്രിയ ആൻഡ് ദേ ആർ കൺസേൺഡ് വിത്ത് ദ പ്രോസസ് ഓഫ് എനർജി കൺവേർഷൻ ആൻഡ് കണ്ടെയ്ൻ മെനി എൻസൈംസ് ദാറ്റ് ആർ ഫോർ ക്രബ് സൈക്കിൾ. ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നതാണ് മൈറ്റോകോൺട്രിയയിൽ. സെല്ലുലാർ റെസ്പിറേഷൻ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്.